ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫാർ ഗെയിംസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ഗെയിമിംഗ് തൊഴിലർ എന്ന നെയിം ചേഞ്ച് ആക്കാനുള്ള റീസൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ പേര് ഈ ഗെയിമിംഗ് തൊഴിലർ എന്ന നെയിം ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലിക്ക് ആവണ കേസ് പാടാണ്. അവരൊക്കെ ആദ്യമേ തുടങ്ങിയതുകൊണ്ട് ക്ലിക്ക് ആവണ കേസ് പാടാണ്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇതുവരെ ഇട്ടിട്ടില്ലാത്തൊരു നെയിം നോക്കി ഞാൻ ഇട്ടത്. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് നമ്മൾ ഈ ഒരു നെയിമിലായിരിക്കും വീഡിയോസൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്മിൽ കാണിച്ച പോലെ തന്നെ എങ്ങനെ ഡിസ്ക്രിപ്ഷൻ ടാഗും ടൈറ്റിൽ ടാഗും പ്രോബ്ലം ഫിക്സ് ആക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ TubeBuddy എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് മിക്കവർക്കും അറിയായിരിക്കും. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, എല്ലാ ഡിവൈസിലും അവൈലബിൾ ആണെന്നാണ് അത് തോന്നുന്നത്. എന്തായാലും എൻ്റെ ഫോണിൽ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് അത് നേരെ വീഡിയോയിലോട്ട് പോകാം. ഏത് വീഡിയോയ്ക്കാണ് ആ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാം ടാഗ്സ് ടു യുവർ ടൈറ്റിൽ, ടാഗ്സ് ടു യുവർ ഡിസ്ക്രിപ്ഷൻ. ബാക്കിയെല്ലാം ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ ശരിയാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് YT സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണോ ആ പ്രോബ്ലം ഫിക്സ് ആക്കാനുള്ളത് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം. ഇതിൻ്റെ ടൈറ്റിലൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. അതിനായിട്ട് ആ പെൻസിലിൻ്റെ ആ ഒരു മാർക്ക് അതിലോട്ട് ടച്ച് ചെയ്യുക. അതിനുശേഷം ടൈറ്റിൽ നിങ്ങൾക്ക് #ടാഗ് ഇട്ട് കുറച്ച് ടാഗുകൾ അടിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് ടാഗുകൾ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ #ടാഗ് ഇട്ട് സോങ് എന്നോ അല്ല ഫ്രീ ഫയർ എന്നോ അല്ലെങ്കിൽ വൈറൽ എന്നോ അങ്ങനെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 1-2 ടാഗ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സോങ് വൈറൽ എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷൻ, ഒരു കാരണവശാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കാലിയാക്കി ഇടാൻ പാടില്ല. എന്തെങ്കിലും നിങ്ങളിപ്പോൾ പ്ലീസ് സപ്പോർട്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും ഇടണം. എന്നിട്ട് അവിടെ കൊടുത്ത ടാഗ്സ് ഇവിടെയും കൂടി അടിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലീസ് സപ്പോർട്ട് ഗൈസ് ഇട്ടതിന് ശേഷം #ടാഗ് അവിടെ ഇട്ടുപോലെ സോങ് #വൈറൽ എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ടാഗ് ഷോർട്സ് റിമാക്സിങ് അങ്ങനെ കുറച്ച് സെൻറ്റൻസ് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ വീണ്ടും ടാഗ് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ നേരത്തെ അടിച്ചു കണക്കിട്ട ടാഗ് അടിച്ചു കൊടുക്കുക. #വൈറൽ #സോങ് അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ നിങ്ങളെ വീഡിയോ ഏത് കാറ്റഗറിയാണ് ചോദിക്കും. എൻ്റെ ഇപ്പോൾ ഗെയിമിംഗ് ആണ്, ഗെയിമിങ്, മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, അങ്ങനെയുള്ള കാറ്റഗറി ഇട്ട് കൊടുക്കുക. വായിച്ചിട്ട് കൊടുക്കുക. കൃത്യമായത് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുകളിൽ സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തൊന്ന് സേവ് ആക്കുക. അതിനുശേഷം TubeBuddy എന്ന ആപ്ലിക്കേഷനിലോട്ട് ഒന്ന് തിരികെ വരിക. വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. വന്നിട്ടുണ്ട്. വീഡിയോ ലോഡിംഗ് ആണ്. ജസ്റ്റ് നോക്കിയതാകുക. എന്നിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് സ്വൈപ്പ് ആകുക. അപ്പം എല്ലാം ഒന്നും കൂടി റീഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സെറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ എല്ലാം എക്സ്ക്ലമേറ്ററി മാർക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.